മൂത്ത മോൻ തടിയെടുത്ത് നെഞ്ചി ചവിട്ടി പൊട്ടിച്ച് കഥ ഈ പിടിച്ചോനെ ചെയ്തോനെ ജയിലിൽ തന്നെ ഇടണം. അവൻ്റെ മില്ലിൻ്റെ ലൈസൻസ് കട്ടാക്കണം. പോലീസിന് അവനാണല്ലോ പണം കൊടുത്ത് നിലച്ചിരിക്കുന്നത്. അതാണല്ലോ എന്നെ കൊട്ടാര പോലീസ് ഇതുവരെ കേസെടുക്കാൻ. കൊട്ടാരക്കരയിലുള്ള അബ്ദുൾ റഷീദ് എന്ന സാധാരണക്കാരനെ തന്റെ ഭാര്യയും മക്കളും വീട്ടിൽ നിന്നും ഇറക്കി വിട്ടതും അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ കൈവശം വെച്ച് തട്ടിയെടുത്തുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്തായിരുന്നു സംഭവിച്ചത്? എൻ്റെ പ്രമാണം, വസ്തുക്കട, എൻ്റെ പാസ്പോർട്ട്, വിസ, ദുബൈയിൽ ഇപ്പോൾ എല്ലാം ബോളും വരുമ്പോൾ ഞാൻ കെട്ടിച്ച് വിട്ടതല്ല. അവരടിച്ചോണ്ട് പോയി. എന്നെ കൊല്ലാൻ കുത്തി 5 അന്ന് വിളിച്ചോടി. എൻ്റെ കടാരയും ഗ്യാസൂറ്റിയായിട്ട് വന്ന് എന്നെ കൊല്ലാൻ ഭാര്യയും അവക്കുള്ള കാമുകനും കൊണ്ട് വിളിച്ചു വരുത്തിയത് അവരെ. ഭാര്യയും കാമുകനും. ഇത് 30 വർഷമായി ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക വേദിന്. ഇപ്പോൾ എൻ്റെ മോൻ CA-കാരനായിരുന്നു. അവൻ്റെയും പരീക്ഷ തടഞ്ഞു നിർത്തി. നീ സാധിക്കേണ്ട മക്കൾ ആനയും പോത്തിനും വയ്ക്കുന്നത്, നീയും പോത്തുമേടാ. അത് അവനിപ്പോൾ പോത്ത് കച്ചവടം, എൻ്റെ തടിക്കച്ചവടമായി. അവന് ജോലിയില്ല. ഒരു CA-കാരന് എത്ര കാലം ശമ്പളം കിട്ടുന്നു? ആ ശമ്പളമെല്ലാം സാധിക്കിൻ്റെ ഇത് പിടിച്ചു വായിക്കണം. അവൻ്റെ മില്ലിൻ്റെ ലൈസൻസ് എടുത്തിയണം. ഇവൻ പലരെയും കുഴച്ചിട്ടുണ്ട്. ഈ സാധിക്കെന്ന് പറഞ്ഞാൽ അവിടെ ഒരു കുഴവ് കിട്ടിയവനാ. ബെഞ്ചമിന് കലത്തിനകത്ത് നാണയം ഇത് പഴയ തിരുമേനിമാർ കുഴിച്ചിട്ട് പിലാവ് തോണ്ടി കിട്ടിയതാ. ഇത് വാരി വിറ്റാണ് ആന വരെ ഉണ്ടാകുന്നത്. 5 സെൻറ്റും ഒരു ഗതിയിട്ട വീടുകളുള്ളായിരുന്നു. ഇത് കുഴവ് കിട്ടിയതിന് പുറമാണ് ഇവൻ പണം പോലീസിന് സാധനിച്ച് കെട്ടുകണക്കിന് കൊടുത്തുകൊണ്ട്. അതുകൊണ്ട് എൻ്റെ ഈ കേസ് 10 കൊല്ലം കൊണ്ട് പോലീസ് ചർച്ചയ്ക്ക് എടുക്കത്തേയില്ല. മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ കൊടുത്ത്, കേന്ദ്രമന്ത്രി അമിത്ഷായ്ക്ക് 3 കൊല്ലത്തിന് മുമ്പ് കൊടുത്ത്, DGP അനിൽകാന്തിനെ കാണാൻ തിരിച്ച് ഇമെയിൽ വായിച്ചു. പോലീസുകാരെ എൻ്റെ ചോദിച്ചു, കറുത്ത പൂച്ചയിലാണ് കൂടുത്തരം ചെയ്തത്. അമിത്ഷായുടെ PA. ഞാൻ പിന്നെ ഒന്നും പറയാം. പിന്നെയും 2 പ്രാവശ്യം കേസ് കൊടുത്ത്. എന്തിനാ ഇത് തന്നെയെന്ന് ചോദിച്ചിട്ടില്ല. കൊട്ടാരക്കര പോലീസ് പെടലിക്കടിച്ചിട്ടുണ്ട്. SP ആഫീസിന്. ഇങ്ങനെയാണെങ്കിൽ നിന്നെ വണ്ടി കയറ്റി കൊല്ലേണ്ടി വരും ഞങ്ങൾക്ക്. എത്ര വർഷമായി ചേട്ടനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട്? 10 കൊല്ലം കഴിഞ്ഞു. 10 കൊല്ലം കൊണ്ട് കാടും വീടും അമ്പലവും പള്ളികളുമാ. കല്ലേലി അമ്പലം തൊട്ട് ഒറ്റക്കല്ല് മേട്ടുംപുറം പള്ളിയിലൊക്കെ പിരിവെടുത്താൽ ജീവിക്കുന്നത്. മേട്ടുംപുറത്താണ് ഏറ്റവും കൂടുതൽ പോയി 500 രൂപ കൊടുക്കുന്നത്. പിരിവെടുത്ത് ജീവിക്കാൻ ഇന്നൊരു മാർഗവുമില്ല. കൊട്ടാരക്കര ആദ്യ കോടതി കേസ് കൊടുത്ത് 4000 വിധിച്ച് തിരക്കില്ല. ഇപ്പം കൊട്ടാരക്കര കോടതിയിൽ ചിലവിന് വിധിച്ച് 5000. അത് കിട്ടക്കാൻ തുടങ്ങിയിട്ടില്ല. ഞാൻ ഇനി എന്നും ജീവിക്കാനില്ല. എൻ്റെ വസ്തുക്കൾ തിരിച്ചെൻ്റെ പേരിൽ തന്നെ എഴുതി തരണം. എനിക്കത് കിടന്ന് ചാവണം. ഞാൻ ആർക്കും കൊടുക്കാനില്ല. എത്ര സ്ഥലമാണ് ഇപ്പോൾ ഉള്ളത്? 13 സെൻറ്റേ ഉള്ളൂ. 1.5 ഏക്കറിൽ പുറത്ത് വിറ്റതാണ് ഞാൻ. 93-ൽ ഒമാനിൽ പോയി ഒട്ടകത്തിന് മേച്ചുണ്ടാക്കിയ മുതലല്ല. തന്തയുടെ അല്ല, തള്ളയുടെ അല്ല, മക്കളുടെ അല്ല. ഈ കൊള്ളക്കാരൻ പലരെയും തുലച്ച് കൊന്നിട്ടുണ്ട്. അവന് 10 തലമുറയോടെ ചെയ്യാൻ അണ്ടർഗ്രൗണ്ട് സാധനമുണ്ട്. അവൻ്റെ ബില്ലിൻ്റെ ലൈസൻസ് കട്ട് ചെയ്യണം. അവന് കോടതിയിൽ തൂക്കാൻ വിധിക്കപ്പെടണം. കേന്ദ്രമന്ത്രി അമിത്ഷായും അറിയണം ഇത്. ഭാര്യ മക്കളൊക്കെ എവിടെയാണെന്നറിയോ? ഭാര്യ മക്കൾ എൻ്റെ വീട്ടിലുണ്ട്. അപ്പുറം ഇപ്പുറം വീടായതുകൊണ്ട് അവൻ 30 ദിവസം കഴിഞ്ഞപ്പോൾ അവളെ തള്ളി. എൻ്റെ വീട്ടിൽ കിടപ്പുണ്ട്. എൻ്റെ ഉയിര് തളർത്തി. മൂത്ത മോൻ തടിയെടുത്ത് നെഞ്ചി ചവിട്ടി പൊട്ടിച്ച് കഥ അടിച്ചോടിച്ച്, ഇളയ മോൻ കൊലയ്ക്ക് പിടിച്ച് കൂടെ അടിക്കും, കഴുത്ത് പിടിച്ച് തിരിച്ച് നെഞ്ചി ചവിട്ടി പൊട്ടിച്ച്. പൊല്ലൂർ ആശുപത്രി സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടറെ കേസെടുക്കാൻ, ഞാൻ കൊച്ചി ഇറക്കുന്ന കേസെടുക്കേണ്ട ഡോക്ടറെ എന്ന് വന്നതാ. അവൻ ഇപ്പോഴും കൂടെ അടിക്കുന്നു. കൊട്ടാര സ്റ്റേഷന് 2 പ്രാവശ്യം കേസ് കൊടുത്തിട്ടുണ്ട് അവൻ്റെ പേരിൽ. അവൻ്റെയും ആള്. അതിൽ ഉപരി 30 വർഷം കൊണ്ട് ഇത് സംഭവിക്കാൻ കാരണം തടിക്കാട്ടുകാരൻ ഒരു അയ്യോ മുസ്ലിയാർ 25 വർഷത്തിന് മുമ്പേ പടവലങ്ങായും തേങ്ങായും മന്ത്രവാസം ഉണ്ടായിരുന്നു. പട്ടുവിട്ട് കന്നിമൂലയ്ക്ക് കുഴപ്പം. അയ്യോ മുസ്ലിയാരെ പിടിക്കപ്പെടണം തടിക്കാട്ടുകാരൻ. എനിക്ക് നഷ്ടപരിഹാരം തരണം. എത്ര കോടി. എനിക്ക് ജീവിക്കാൻ എൻ്റെ വസ്തുവും തിരിച്ചെഴുതി തരണം. ഈ പിടിച്ചോനെ ചെയ്തോനെ ജയിലിൽ തന്നെ ഇടണം. അവൻ്റെ മില്ലിൻ്റെ ലൈസൻസ് കട്ടാക്കണം. അവൻ ആനയുണ്ട്, ആനയും കാട്ടിലേക്ക് വിടണം. അവനോ ഇതിനൊന്നും അർഹതയില്ലാത്തവനാ. പോലീസിന് പണം കൊടുത്ത് മുഖ്യമന്ത്രിയെ വരെ വിലയ്ക്ക് നിയന്ത്രിക്കുന്ന ഞാൻ ആലോചിച്ചിട്ട് ഇപ്പോൾ ആഭ്യന്തര പോലീസ് വകുപ്പിൻ്റെ അവൻ്റെ കയ്യിലാണ്. പോലീസിന് അവനാണല്ലോ പണം കൊടുത്ത് നിലച്ചിരിക്കുന്നത്. അതാണല്ലോ എന്നെ കൊട്ടാര പോലീസ് ഇതുവരെ കേസെടുക്കാൻ. ബാളകം പോലീസിൽ പാറക്കോടൻ എന്ന് പറഞ്ഞൊരു SI മാത്രമേ എനിക്ക് സൈഡ് ചെയ്തുള്ളൂ. അയാളെ പിറ്റേന്ന് അവിടെ നിന്ന് സ്ഥലവും മാറ്റി എനിക്ക് സൈഡ്.
അവൾ പോയ നീ പോയി ജോലി ചെയ്ത് ജീവിതത് സ്വത്ത് വധ്യ ആദ്യ ബാക്കൊക്കെ ഞാൻ മോൾ ഒളിച്ചോടിയപ്പം മൂത്ത മോൻ തൂങ്ങിയതാ കയറി ഇളയവൻ വെട്ടിയിട്ടതാ ഞാനും തൂങ്ങിയതാ. അപ്പം അവള് കഥ പറഞ്ഞ് തൂങ്ങുന്ന് പറഞ്ഞ് ഞാനിഞ്ഞ് ഇറങ്ങി ഒന്ന് മേശപ്പുറത്തുനിന്ന് കൈലിയായിരുന്നു. ഇങ്ങനെയാണ് ഒപ്പിട്ട്. രണ്ടാമത് എൻ്റെ സ്വത്തട എഴുതിത്ത അങ്ങനെ മൂത്ത മോന് 6.5 സെൻറ്റ് വിലയാധാരം ഇളയവൻ എൻ്റെ ഇഷ്ടദാനം ഒഴിഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് സ്വത്തുക്കൾ. അത് മൂന്നാമത് എൻ്റെ മോളും ഒരു കള്ളപ്രമാണം ഉണ്ടായി. കളക്ട്രേറ്റിൽ ഞാൻ പോയി വക്കീലന്മാരായിട്ട് സംസാരിച്ച് അവർ കാണിച്ചു തന്ന ആ പ്രമാണം എൻ്റെ കയ്യിലുണ്ട്. ഈ രേഖകളെല്ലാം ഇത്രയും കാലത്തെ ഞാൻ വെച്ചിട്ടുണ്ട്, എങ്ങും പോയിട്ട്. ഇതെല്ലാം ക്ലിയറായിട്ട് എൻ്റെ കാണും. എപ്പോൾ വേണേൽ ആര് ഉദ്യോഗസ്ഥന്മാർക്കും ഇത് തരണം. ഇപ്പം എൻ്റെ ആവശ്യം വിജിലൻസ് ഉദ്യോഗസ്ഥന്മാർക്കും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. എല്ലാ വിജിലൻസ് ഉദ്യോഗസ്ഥന്മാരും ഈ കേസ് ഏറ്റെടുക്കണം. ഈ ഫയൽ ഏറ്റിട്ട് ഇത്രയും കാലം എന്തുകൊണ്ട് ഇവൻ്റെ ഈ കേസ് ഏറ്റില്ലെന്ന് അവർ തന്നെ ഉദ്യോഗസ്ഥന്മാർ പറയണം. ഇപ്പം നഷ്ടപരിഹാരം ഈ സ്വത്തുകളും തിരിച്ചു ചോദിക്കുമ്പോൾ ഭാര്യ മക്കൾ എന്താ പറയുന്നത്? ഭാര്യ മക്കൾ പോയിക്കോണം, ബന്ധമൊഴിഞ്ഞ് പോയിക്കണം. അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. 3 പ്രാവശ്യം ഡോഗ് മോനെ നിന്നെ എനിക്ക് വേണ്ട സാധിക്കാണ് എൻ്റെ പറ്റിയൻ. ഇനി ഞാൻ അവൻ്റെ വീട്ടിൽ പോർക്കും. എനിക്ക് ആനയുണ്ട്, കോടികളുണ്ട്. നിൻ്റെ മുമ്പിൽ ഞാൻ താമസിക്കുന്നു. അപ്പുറവും ഇപ്പുറമാണ്. എനിക്കിനി അവളെ വേണ്ട. 30 വർഷം എൻ്റെ ഉയരും കളത്തിയ അവക്കുള്ള ആൾക്കാരും ഇത് തളഞ്ഞ. അവൾ പട്ടാളത്തിൽ നിന്ന് ഒരു നസീർ എന്ന് പറഞ്ഞ് ഇവളെ കെട്ടിക്കുന്നതിന് മുമ്പ് ഒരുത്തനുണ്ടായിരുന്നു. അവൻ്റെ കൂടെ കറങ്ങി 5 വർഷമായിലൊക്കെ കടന്നതാണ്. ഇവളിപ്പോൾ 3ാമത്തെ പണത്തിന് വേണ്ടിയാണ് ഇവള്, അല്ലാതെ മനുഷ്യനല്ല. ഞാൻ ഇവക്കുള്ള കെട്ടുതാലി പോലും ഇല്ലാതെ 2.5 പവനൊരു മാലി 2 വളയും കൊടുത്ത് ധർമ്മത്താലി കെട്ടിയാണ് കൊണ്ടുവന്നത്. ഞാൻ ഒന്നും വാങ്ങിച്ചിട്ടില്ല. ഞാൻ പോയി ഒട്ടകത്തിന് മേച്ചുണ്ടാക്കിയ മലകൾ വിറ്റ സിറ്റിയിൽ വസ്തുക്കൾ വായിച്ചത്. എൻ്റെ ആ വസ്തുമക്കൾ ആരുടെ പേരിലുണ്ടോ മോക്കുള്ള പേരും മോളും മോനും കള്ളപ്രമാണം ഉണ്ടാക്കി എന്നെ കൊണ്ട് കുത്തിവെച്ച് കൊട്ടാരക്കര പോറ്റി ഡോക്ടറെ കൊടുത്ത് ഞാൻ കുടിയനാന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കള്ള സർട്ടിഫിക്കറ്റ് മോനുണ്ട്. 2 പേരും പ്രമാണം ഉണ്ടാക്കിയിട്ടുണ്ട് കൊട്ടാരക്കര കള്ളപ്രമാണം. ഇതെല്ലാം ഉദ്യോഗസ്ഥന്മാർ തിരക്കി പിടിക്കണം. അല്ലെങ്കിൽ വീഡിയോ ലോകം പുറം ലോകം അറിയണം. സാധിക്കുന്നത് 24 മണിക്കൂറിനം വെച്ച് കയ്യിൽ വിലങ്ങ് വെച്ച് കോടതിയിലാക്കണം. ജാമ്യം പോലും കൊടുക്കരുത്. ഇനി അവന് ഓരോരുത്തരെയും ഉപദ്രവിക്കരുത്. പല കൊലയും അവൻ നടത്തിയിട്ടുണ്ട്. ഇത്ര തെമ്മാടിയാണ് അവന്. എന്തായാലും മുഖ്യമന്ത്രിക്കും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം ഇദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം ആവശ്യപ്പെടുന്നത് നഷ്ടപരിഹാരം കൊടുക്കണമെന്നും ഈ ഭാര്യയും മക്കളും നഷ്ടപരിഹാരം കൊടുക്കണമെന്നും കൂടാതെ ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ട സ്വത്തുക്കൾ തിരികെ നൽകണം എന്നുള്ള ആവശ്യമാണ് ഇദ്ദേഹം ഉന്നയിക്കുന്നത്. എന്തായാലും നീതി ലഭിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.